എല്ലാ കവിയുടെയും കവനചാതുരിയും തോറ്റുപോയാണ്. എല്ലാ ചരിത്രകാരന്റെയും വസ്തുതാന്വേഷണങ്ങളുടെയും അവന്റെ അക്ഷരങ്ങളുടെ തൂലിക വറ്റുപോയ ഒരാൾ. അങ്ങനെ വറ്റിപ്പോയ ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും പറഞ്ഞിട്ടും തീരാത്ത വിധം, പറഞ്ഞു തീർക്കാനാവാത്ത വിധം ഒരു ജീവിതം. നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്ത വിധം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ കഴിയേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയം കൊണ്ടാകണം പുണ്യനബിയെ കാണേണ്ടത്, പ്രണയം കൊണ്ടാകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേരേണ്ടത്. അങ്ങനെ ചേർന്നവരാണ് സഹാബ. ചരിത്രം എത്ര കൗതുകത്തോടെയാണ് പറയുന്നതെന്നറിയുമോ? നബിയുടെ അടുക്കൽ വന്നു നിൽക്കുന്ന സ്വഹാബാക്കളുടെ രീതി, അവരിങ്ങനെ നബി തിരുമേനിയെ നോക്കിക്കണ്ട രീതി, അവർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദം കാതോർത്തിരിക്കുന്നതിന്റെ സ്വഭാവം, പക്ഷികൾ തലക്കുമുകളിൽ നിന്നാൽ അത് പറന്നു പോകാത്ത വിധം നിശ്ചലമായിരുന്നു അവരുടെ ശിരസ്സുകൾ എന്നാണ് ചരിത്രം പറഞ്ഞത്. അത്രമേൽ അള്ളാഹുവിന്റെ റസൂലിനെ നോക്കിക്കൊണ്ടേയിരുന്നു അവർ. ആ മുഖം കാണുമ്പോൾ എല്ലാം മറന്നുപോയി. ആ മുഖത്തേക്ക് നോക്കാൻ വേണ്ടി ജീവിതത്തിന്റെ സകലമായ ഏർപ്പാടുകളെയും ഒഴിവാക്കിയിട്ട് വന്നു നിന്നു.